ഈ ബാങ്കിംഗ് പ്രൊസീജിയർ അനുസരിച്ച് സാധാരണ സഹകരണ ബാങ്കുകൾക്ക് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പരിധിയുണ്ട്. ആ പരിധി വിട്ട് ലോൺ കൊടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലോൺ കൊടുത്തിരിക്കുന്ന മേഖല അങ്ങ് കൊടകരയും പുതുക്കാടും പട്ടിക്കാടും തുടങ്ങി ഒറനാട്ടുകരയും മലത്താക്കരയും വെങ്ങിനിശ്ശേരിയും അങ്ങനെ പുത്തൂരും അങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ ബാങ്കിന്റെ പരിധിയെ വിട്ട് ഒരുപാട് സ്ഥലങ്ങളിലെ ആളുകൾക്ക് ക്രമവിരുദ്ധമായി ലോൺ അനുവദിച്ചു കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ ബിനാമികൾ വെച്ച് തട്ടിയെടുത്തിരിക്കുകയാണ്. ഇവിടെ പട്ടിക്കാട് സ്വദേശിയായിട്ടുള്ള സുധാകരേട്ടൻ അദ്ദേഹം ലോൺ എടുത്തത് 60 ലക്ഷമാണ്. 60 ലക്ഷം രൂപയാണ് പട്ടിക്കാട് സ്വദേശിയായിട്ടുള്ള സുധാകരേട്ടൻ ലോൺ എടുത്തത്. പക്ഷേ ലോൺ എടുത്തതിന് ശേഷം തിരിച്ചടവ് തുടങ്ങിയപ്പോൾ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥർ പറയുന്നു താങ്കളുടെ വസ്തുവിൽ 1,60 ലക്ഷമാണ് ലോൺ എന്നാ പറയുന്നത്. സുധാകരേട്ടൻ ഞെട്ടി. കാരണം ഞാൻ എടുത്തിരിക്കുന്ന ലോണ് 60 ലക്ഷമാണ്. എങ്ങനെയാണ് 1,60 ലക്ഷം രൂപയാവുക? അപ്പോ ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു അത് നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് തന്നെയാണ്, നിങ്ങളൊന്നുകൂടി ഓർമ്മ നോക്കണമെന്ന് ആലോചിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ സുധാകരേട്ടൻ പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ 60 ലക്ഷം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ പാവം പരാതി കൊടുത്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്തു. അപ്പോ ഇതിന്റെ ഗൗരവം അറിഞ്ഞ് ഈ ബിനാമികൾ തട്ടിയെടുത്ത 1 കോടി രൂപ പലിശയടക്കം അടയ്ക്കാൻ CPM തീരുമാനമെടുത്തു. ആ CPM തീരുമാനമെടുത്തപ്പോ ഈ സുധാകരേട്ടന് ഒരു മണ്ടത്തരം പറ്റി. കാരണം 2,77 ലക്ഷം രൂപയാണ് തിരിച്ചടച്ചത്. ആ 2,77 ലക്ഷം തിരിച്ചടയ്ക്കുമ്പോ 1 കോടി രൂപയിലധികം ക്യാഷ് ആയിട്ട് പാവം കൊണ്ടുവന്നു. CPMന്റെ ആളുകൾ കൊണ്ടുവരുന്നതാണ്. അപ്പോ സ്വാഭാവികമായും കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിന്റെ ചില കേസ് നടപടിക്രമങ്ങൾ ED അന്വേഷിക്കുന്നുണ്ട്. അപ്പോ സുധാകരേട്ടന്റെ ഈ 1 കോടി ചാക്കിൽ കെട്ടി വന്നത് EDയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ പാവം സുധാകരേട്ടനും കുടുങ്ങി. കാരണം ഈ കള്ളപ്പണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, നിങ്ങൾക്ക് ഏത് നേതാവ് തന്നു, ഏത് ബിനാമിയുടെ പണമാണ് ഇത് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ സുധാകരേട്ടൻ വിചാരിച്ചില്ല മുഖ്യമന്ത്രിക്കും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും ഞാൻ പണ്ട് പരാതി കൊടുത്തത് ഇത്രയ്ക്കും വലിയ യഥാപുരാവുന്നു. അപ്പൊ ആ രീതിയിൽ ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആളുകളെ ഹരാസ് ചെയ്ത് തിരിച്ചടയ്ക്കാൻ സമ്മർദ്ദം ചെയ്ത് ആത്മഹത്യാ വക്കത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഭീകരമായ നടപടിക്രമവുമായി ഈ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിന്റെ ഭരണാധികാരികൾ പോകുമ്പോൾ രക്ഷപ്പെടാനുള്ള പല പഴുതുകളും നോക്കുന്നത് ഇതുപോലത്തെ ഊരാക്കുടുക്കിലേക്ക് പാവപ്പെട്ടവൻ ചെന്നു വീഴുന്ന സാഹചര്യമാണ്. അങ്ങനെ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി ഈ ബാങ്ക് ഭരണസമിതി. നേരത്തെ പറഞ്ഞ പോലെ CPMന് വലിയ ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശാഭിമാനി മാത്രമല്ല, കാരണം ഇവിടെ ജീവനക്കാരായിട്ടുള്ള ശ്രീ ജയനും അതുപോലെ തന്നെ കന്നഡിയും അതുപോലെ തന്നെ ആൻഡോ ഫ്രാൻസിസും നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെ കൂടി ഈ ബാങ്കിന്റെ അഴിമതിയും കൊള്ളയും അത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് CPMന്റെ നേതാക്കന്മാരെ കണ്ടിരുന്നു. അതുപോലെ തന്നെ സഹകരണ ബാങ്ക് തൊഴിലാളി സംഘടനകളെ കണ്ടിരുന്നു, അതിന് നേതാക്കന്മാരെ കണ്ടിരുന്നു. ഇത് പരിഹരിക്കണം, ഇവിടുത്തെ പ്രശ്നം ഗുരുതരമാണ്, നിയമപരമായ നടപടി സ്വീകരിക്കണം, ഇവിടെ കൊള്ള നടക്കുന്നുണ്ട്. അപ്പോ CPMന്റെ നേതൃത്വവും സഹകരണ സംഘടനാ യൂണിയൻ നേതാക്കന്മാരും റിക്സൺ പ്രിൻസിന്റെ ഒപ്പം നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളില്ലാത്ത കഥ പറഞ്ഞു നടക്കുകയാണ്, ബാങ്കിന് അപകീർത്തി ഉണ്ടാക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ മടക്കിവിട്ടു. അപ്പോ സ്വാഭാവികമായും CPMന് ഈ പകൽ കൊള്ളയിൽ പങ്കുണ്ട്. അങ്ങനെ ഈ അന്വേഷണം എവിടെയും എത്താത്ത രീതിയിൽ, അതുപോലെ തന്നെ ഈ പരാതിയുമായി ഉദ്യോഗസ്ഥർ കയറാത്ത വരാന്തകളില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരില്ല, കയറാത്ത പോലീസ് സ്റ്റേഷനുകളില്ല. അങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ട ഗതികേടിലേക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെത്തി. ഈ അഴിമതിക്ക് കുടപിടിക്കുന്നവരെ ജയിലിലടക്കണം, നിയമപരമായി അവരെ പുറത്തു കൊണ്ടുവരണം എന്നായിരുന്നു ജീവനക്കാരുടെ ആവശ്യം. അപ്പൊ മറിച്ച് ആ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. അതിന് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി നിങ്ങളെ ഡീപ്രമോഷൻ ചെയ്യും,
നിങ്ങളെ സൂപ്പർ മാർക്കറ്റിലേക്ക് മാറ്റും, നിങ്ങളെ മെഡിക്കൽ ഷോപ്പിലേക്ക് മാറ്റും, നിങ്ങളെ നീതി ലാബിലേക്ക് മാറ്റും. അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ രീതിയിൽ വലിയ ഭീകരമായ അന്തരീക്ഷവുമായിട്ടാണ് കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് പോകുന്നത്. ഈ റിക്സൺ പ്രിൻസ് 2020 തോന്നുന്നു കോർപ്പറേഷനിലെ 24ാം ഡിവിഷനിൽ അല്ലെ മത്സരിച്ചത്, 24ാം ഡിവിഷനിൽ വളർക്കാവില് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വിജയിക്കുന്നതിന് വേണ്ടി അവിടുത്തെ CPM-ന്റെ അനുഭാവികളുടെ പേരില് പേഴ്സണൽ ലോണ് 3 ലക്ഷം രൂപ വെച്ച് ഈ ബാങ്കിൽ നിന്നെടുത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അത്ര വലിയ മഹാനാണ്, രാജാവാണ്. പ്രിൻസ് എന്ന് പേരിൽ മാത്രമല്ല, കാരണം അഴിമതിയും കെടുകാര്യസ്ഥതയും കൊള്ളയുമാണ്. എന്തിനു പറയണം, നാണം കെട്ട പ്രവർത്തനം വരെ ചെയ്തു. കാരണം അറിയാൻ സാധിച്ചത് പൊതുയോഗത്തില് ചില സഹകരണ ബാങ്കിലൊക്കെ പ്ലേറ്റുകളൊക്കെ വിതരണം ചെയ്യും. അതുപോലെ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കില് അല്ലെ ഗ്ലാസ് ആയിരുന്നു, ഗ്ലാസിന്റെ സെറ്റ്. ആ ഗ്ലാസിന്റെ നോട്ടയുടെ ഗ്ലാസിന്റെ സെറ്റ് പോലും 700 എണ്ണം ബാലൻസ് വന്നത് പോലും തിരഞ്ഞെടുപ്പ് സമയത്ത് വളർക്കാവ് ഡിവിഷനിലെ ആളുകളെ വോട്ട് മേടിക്കുന്നതിന് വേണ്ടി വീടുകളിൽ സൗജന്യമായി വിതരണം ചെയ്ത് വോട്ട് മേടിച്ച അത്രയ്ക്ക് നാണം കെട്ട അധികാരി. ആ രീതിയിൽ അഴിമതി നടത്തിയും കൊള്ള നടത്തിയും ഒരു സ്ഥാപനത്തെ, ആ സ്ഥാപനത്തെ വിശ്വസിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായവര്. CPM-ന്റെ ബന്ധം ഇതിലെല്ലാം തന്നെ ഉണ്ട് എന്നത് വ്യക്തതയാണ്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം ക്രമവിരുദ്ധമായി ലോൺ അനുവദിച്ചും അതുപോലെ തന്നെ നിയമവിരുദ്ധമായി നടപടിക്രമത്തിലൂടെ മുന്നോട്ട് പോയും ഇവിടുത്തെ അധികാരികൾ ചെയ്യുന്ന വീഴ്ച അത് ചൂണ്ടിക്കാണിച്ചും അത് അന്വേഷണം നടത്തിയും അഡ്മിനിസ്ട്രേറ്റർ ഭരണം 2022 11ാം മാസം വരുന്ന സമയത്ത് ആ ഉത്തരവ് നടപ്പാക്കിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഈ ഭരണം ഏറ്റെടുത്തു. അങ്ങനെ കുറച്ചുനാള് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക്. പക്ഷേ ഈ കള്ളന്മാരായിട്ടുള്ള കൊള്ളക്കാര് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. അവര് ഹൈക്കോടതിയിൽ സഹകരണ ബാങ്കിന്റെ വക്കീൽ ഹാജരായിക്കൊണ്ട് അത് ഈ ഭരണം തിരിച്ച് ഭരണസമിതിക്ക് തന്നെ നൽകണം, ചട്ടവിരുദ്ധമായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഭരണസമിതിക്ക് തന്നെ തിരിച്ച് അതിന്റെ ഭരണ അധികാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹാജരായി. അപ്പൊ CPM-ന്റെ നേതൃത്വത്തിന്റെ പങ്ക് ചെറുതല്ല. കാരണം അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസിന് പോയാൽ സ്വാഭാവികമായും ഗവൺമെന്റ് പ്ലീഡർ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി ഹാജരാവണം. എന്നാൽ ഹൈക്കോടതിയിൽ ഈ കേസ് വാദിക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ ഹാജരായില്ല. അതുകൊണ്ട് തന്നെ ചട്ടവിരുദ്ധമായി ഈ നടപടിക്രമം പാലിച്ചു എന്ന് പറയുന്നത് ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു.